ഹേ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു. ഒരു സാധാരണ തേഴ്സ്ഡേ പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ ഒരുപാട് എപ്പിക്സും ഫ്രീ ഷോർട്ട് ടൈമും ഒക്കെ ആയിട്ട് കൊണാമി വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു നോമിനേറ്റീവ് പാക്കും കൂടി ഇത്തവണ നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ്സ്റ്റേഴ്സ് എന്നാണ് ആ ഒരു തീമിലാണ് ഇത്തവണത്തെ പാക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ചാൾ മുമ്പ് നമുക്ക് ഇതേ തീമിൽ വളരെ മികച്ച കാർഡ്സ് ഉള്ള ഒരു പാക്ക് നമുക്ക് കൊണാമി തന്നിട്ടുണ്ടായിരുന്നു. സോ അതേ ലെവലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് ദർ ഇസ് എ ക്യാച്ച്. അതെന്താ നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിലുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്നും അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അധികം ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ രണ്ട് 4 സ്റ്റാർ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അത് ഒരുപാടൊന്നും പറഞ്ഞു ഞാൻ ലാഗ് അടിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഈ ജാക്സൺ ചാച്ചുവ, ഇത് കറക്റ്റ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഒരു ബോക്സ് ടു ബോക്സ് വിങ്ങർ കാർഡാണ്. സ്റ്റാറ്റ്സ് ഒക്കെ ആ ഒരു ലെവലിലേ ഉണ്ടാവുള്ളൂ. പിന്നെ സ്കിൽസും കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡൈസൺ മിയേദ ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ്. അതും അത്യാവശ്യം സ്കിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ രണ്ട് കാർഡിന് പ്രശ്നം ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു വിങ്ങർ കാർഡിന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സ്കില്ലാണ് ഈ ട്രാക്ക് ബാക്ക് എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമുക്ക് അറ്റാക്കിങ്ങിനൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല. സോ അത് രണ്ടും ഒരു കല്ലുകടയായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. നോമിനേറ്റീവ് കോൺട്രാക്ട് വെറുതെ പോവുകയാണെങ്കിൽ ഒന്ന് എടുത്ത് കളിപ്പിച്ച് നോക്കാം. ഇനി നമുക്ക് അടുത്ത പ്ലെയറിലേക്ക് വരാം. അടുത്തായിട്ട് നമ്മുടെ കരീം അഡേമിന്റെ ഈ ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡ്. മുമ്പ് വന്നിട്ടുള്ള ഒരു പ്ലെയർ ഓഫ് ദി വീക്ക്, UCLന്റെ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് വളരെ മികച്ച പെർഫോമൻസ് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അതൊരു ഹോൾ പ്ലെയർ കാർഡായിരുന്നു. അതില്ലാത്തവർക്ക് ഈ കാർഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇൻകൺസിസ്റ്റന്റ് ഫോമാന്നുള്ള ചെറിയൊരു കല്ലുകടി ഉണ്ടെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലും കൂടിയാണ് വന്നിട്ടുള്ളത്. സോ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കുസനോവിന്റെ ഈ ഒരു ഡെസ്ട്രോയർ കാർഡാണ്. ഇതിന് സ്പീഡ്സ്റ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ സ്പീഡ് ഇല്ല എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. എന്നാലും എനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഫിസിക്കലി അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയാണ്. ബട്ട് എന്നാലും അത്യാവശ്യമുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡെസ്ട്രോയർ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാഞ്ചസ്റ്റർ സിറ്റി സ്ക്വാഡൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അടുത്ത നമ്മുടെ ജെറമി ഫ്രിംഗ്പോങ്ങിന്റെ ഈ ഒരു ഫുൾ ബാക്ക് ഫിനിഷർ കാർഡ്. ഈ ഫുൾ ബാക്ക് ഫിനിഷർ ഈ പ്ലേയിങ് സ്റ്റൈൽ ഇപ്പോൾ അധികം പേര് അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്നാലും നിങ്ങൾക്കൊരു അറ്റാക്കിംഗ് സൈഡുള്ള ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒഫൻസീവ് ആയിട്ടുള്ള ഒരു വിങ് ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സ്പീഡും അത്യാവശ്യം നല്ല ക്രോസിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ ഇതും ഇൻകൺസിസ്റ്റന്റ് ഫോമാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്നത്. അടുത്ത നമ്മുടെ ഫ്രെഡറിക്കോ വാൽവർദയുടെ ഈ ഒരു ബോക്സ് ടു ബോക്സ് കാർഡ്. വാൽവർദയുടെ കാർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല റിലയബിൾ ആയിട്ടുള്ള കാർഡ്സ് ആണ് നമ്മുടെ ഗെയിമിൽ ഇതുവരെ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു 100 റേറ്റഡ് ഹൈലൈറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും എനിക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വന്നിട്ടുണ്ട്. സോ ഈ കാർഡും അങ്ങനെ നിരാശപ്പെടുത്തില്ല. പക്ഷെ എന്തായാലും ഈ കാർഡ് എടുക്കേണ്ട എനിക്കൊരു ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി 99 റേറ്റിംഗ് ആണ് പോകുന്നത്. മറ്റേ എനിക്ക് ഓൾറെഡി ഉള്ള കാർഡാണെങ്കിൽ 100 റേറ്റഡ് ആണ്. സോ ഞാൻ ഈ കാർഡിലേക്ക് നോക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്. സോ എടുത്ത് നോക്കുക, കളിപ്പിച്ച് നോക്കാം. അടുത്തത് ഈ ലോയിസ് ഒപ്പേണ്ട എന്ന് പറയുന്ന ഒരു ഗോൾ പൗച്ചർ കാർഡാണ്. ഇത് പലരും എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ അധികം കളിയൊന്നും കളിപ്പിച്ചില്ല. എന്നാലും ഒരു ഡീസെന്റ് സെന്റർ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു ഡീസെന്റ് ഗോൾ പൗച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ പലർക്കും അത്യാവശ്യം നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. പിന്നെ സൂപ്പർ സബ് സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതത്ര വലിയ സ്പീഡുള്ള സ്ട്രൈക്കർ ആണെന്ന് ഞാൻ പറയില്ല. കാരണം അത്യാവശ്യം നല്ലൊരു സ്പീഡ് സെന്റർ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഓടിപ്പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കി നോക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ തന്നെയാണ് ഒപ്പൻഡേന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഈ പാക്കിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാർഡ് മിക്കി വാൻ ഡെർ. ഒരു ബിൽഡപ്പ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിന് അത്യാവശ്യം നല്ല സ്പീഡും അത്യാവശ്യം നല്ല ഫിസിക്കലി നല്ല പ്രസൻസ് ഉള്ള ഒരു കാർഡാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം മിക്ക കളിയിലും അധികം ഫോം താഴാത്തൊരു കാർഡായതുകൊണ്ട് തന്നെ മിക്ക കളിയിൽ നമുക്ക് ഇറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതല്ല, പലരും ഈ കാർഡിന്റെ പ്ലെയർ ഓഫ് ദി കാർഡൊക്കെ കളിപ്പിച്ച് നോക്കുന്നുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഫോം ഇഷ്യൂ ആവാൻ വേണ്ടി വഴിയില്ല. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ള പ്ലെയേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് സ്ക്വാഡിലേക്ക് ആരെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവരെ നോക്കിയിട്ട് എടുക്കുക.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാച്ച് എന്താണെന്ന് പറയാം. ഇതിൽ ഒരു കാർഡ് പോലും 100 റേറ്റിംഗ് വരുന്നില്ല. അത് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു കാർഡിന്റെ ഒക്കെ പെർഫോമൻസ് കുറയുന്ന സമയത്ത് നമുക്കതിന്റെ ഒരു പ്രോഗ്രഷൻ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള കാർഡാണെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട്സിനെ വലിയ രീതിക്ക് ബാധിക്കാണ്ട് നമ്മുടെ രീതിക്ക് ആ ഒരു കാർഡിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു 100 റേറ്റ് ഒക്കെ കാർഡ് ആകുമ്പോൾ വരും. ഈ 99 ആകുമ്പോൾ അത് കുറയുന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും കുറച്ചും കൂടി നമുക്ക് സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ജമ്പ്, ഫിസിക്കൽ കോൺടാക്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു വ്യത്യാസം നല്ല രീതിക്ക് എഫക്ട് ചെയ്യും. സോ എന്തായാലും ഈ ഒരു കാർഡ്സ് ഒക്കെ നിങ്ങൾ കളിപ്പിച്ച് നോക്കുക, നിങ്ങളെ ഒപ്പീനിയൻസ് പറയാം. പിന്നെ നമുക്ക് ഒരു ബ്രസീലിന് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് നാഷണൽ ടീമിന്റെ ബാക്ക് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും. പിന്നെ ഷോർട്ട് ടൈം ബാക്കിന് എൻ്റെ ഒപ്പീനിയൻ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.